മതത്തിൻ്റെ പേരിൽ സംഘടിതമാകുന്നത് ശരിയല്ല. ഹിന്ദു ഒരു മതം എന്നുള്ള നിലയ്ക്കല്ല, ഒരു ആചാരം ഒരു എന്താ പറയുക, അതിനെ ഒരു നവോത്ഥാനം, ഒരു ആശയം എന്നുള്ള മട്ടിലാണ് ഹിന്ദുവിനെ എപ്പോഴും കണ്ടിട്ടുള്ളത്. അങ്ങനെയാണല്ലോ. ഈവൻ ഇപ്പോൾ അമൃതാനന്ദമയിയുടെ കാര്യമായാലും ചിന്മയാനന്ദൻ്റെ കാര്യവും ഈ ചേങ്കോട്ടുകോണ സ്വാമി, അവരൊന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. ഒരു പാരമ്പര്യത്തിൻ്റെയും അത് വിട്ടുപോകുന്നില്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെയും, ഇതൊരു സംസ്കാരം എന്നുള്ള നിലയ്ക്കാണ് അത് കണ്ടിന്യൂ ചെയ്യേണ്ടത്. മറ്റേതിനെ പോലെ ഒരു നിഷ്ഠയോ അല്ലെങ്കിൽ കർശനമായ വ്യവസ്ഥകളൊന്നും ഹിന്ദു മതത്തിലില്ലല്ലോ. ഇപ്പോൾ ഏതെങ്കിലും പൂജാരി വന്ന് പറയുന്നുണ്ട് നിങ്ങളത് എല്ലാ ദിവസവും അമ്പലത്തിൽ വരണമെന്ന്. മറ്റേതങ്ങനെയല്ല. ഒരു ഞായറാഴ്ച പള്ളിയിൽ ചെന്നില്ലെങ്കിൽ അവരത് ചോദിക്കാൻ വരും. ഒരു ഞായറാഴ്ച ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ അത് ചോദിക്കാൻ വരും. അങ്ങനെ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ ആളിനെ ഇങ്ങനെ തളച്ചിടുന്നതും വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം, നിങ്ങൾക്ക് കുറിയിടുകയോ കുറിയിടാതിരിക്കുകയോ ചെയ്യാം. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു ഇതാണ്. ആ സംസ്കാരത്തിൻ്റെ തനിമ നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടെ ഉള്ളൂ. അത് ആളുകളിലേക്ക് എത്തിക്കാൻ 100% എത്തിക്കാൻ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളും. ഇപ്പം നമ്മൾ പോലും അറിയാതെയാണ് അതൊരു ശാഖ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ അവിടെയുള്ള സ്വാഭാവികമായിട്ടും അവർ പിന്നെ രാഷ്ട്രീയ മുഖമായിട്ട് കാണുന്നത് BJP ആണ്. അപ്പോൾ അവിടെ പോയാൽ BJP നമുക്ക് യൂണിറ്റ് ഉണ്ടാക്കാനും സംഘടിപ്പിക്കാനും സാധിക്കും. പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അത്തരത്തിലാണ്. ഇതിൻ്റെ അദ്വാനിയുടെ കാലത്ത് അതിൻ്റെ യാത്രകൾ നടത്തിയതൊക്കെ വലിയ ഗുണം ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ. പിന്നെ KG മാരാർ, അദ്ദേഹം പ്രസംഗിക്കാത്ത ഒരു കവല കേരളത്തിലുണ്ടോ എന്നുള്ള വലിയ അത്ഭുതമാണ്. അത്രമാത്രം തീവ്രമായി പ്രസംഗം. മാരാർജിക്ക് വളരെ ആകർഷകമായി ജനങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ശൈലിയിൽ പ്രസംഗിക്കാനൊക്കെ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള എല്ലായിടത്തും എല്ലാ ഭാഗത്തും എത്തി പ്രവർത്തിക്കാൻ കഴിയുന്ന സന്നദ്ധരായ മുഴുവൻ സമയ പ്രവർത്തകർ BJP ഉണ്ടായിരുന്നു, RSSനുള്ളതുപോലെ. അതെല്ലാം കൂടി ചേർന്നുള്ള ഒരു വളർച്ചയാണ്. RSS എന്ന് പറഞ്ഞൊരു വലിയ ഓർഗനൈസേഷനാണ്. അതിൻ്റെ വിദ്യാർത്ഥി ഫേസാണ് ABVP, അതിൻ്റെ തൊഴിലാളി ഫേസാണ് BMS, അതിൻ്റെ രാഷ്ട്രീയ മുഖമാണ് RSS. എല്ലാ മേഖലകളിലും RSS ഇങ്ങനെ വ്യാപിക്കുന്നു, അതിൻ്റെ ഒരു രാഷ്ട്രീയ മുഖം. കേരളത്തിൽ ഇപ്പോഴും ആകെ ജനസംഖ്യ ഒരു 51% ആണ് ഹിന്ദുക്കളുള്ളത്, ഏറിയാൽ 52. ഇപ്പോഴും മെജോറിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന മെജോറിറ്റിയാണ്. മറ്റേ 2 മൈനോറിറ്റിയും കൂടെ ചേർന്നാൽ 50%. അവർ സംഘടിതരാണ്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അവർ സംഘടിതരല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ഓർഗനൈസ്ഡ് മൂവ്മെൻ്റ് അല്ല. എവിടെയെങ്കിലും ഇവിടെ മുസ്ലിം ലീഗിന് ഇത്രയും ശക്തിയുള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? വേറെ എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതെല്ലാം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റേതായ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളാണിത്. അല്ലാതെ വളർച്ചയ്ക്കൊന്നും ദോഷമില്ല. ഉള്ള ഇതിനെ ഇപ്പം കിണറ്റിലുള്ളതല്ലേ നമുക്ക് ബക്കറ്റിലെടുക്കാൻ പറ്റുമെന്ന് പറയുമല്ലോ, അതുപോലെ ഇവിടെ ഉള്ളതിനല്ലേ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കും. അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വളരെയധികം വളരെ വേഗത്തിലാണ് ആ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളിൽ നിന്ന് അടുത്ത കാലത്ത് വന്ന ഒരുപാട് അണികൾ വരുന്നുണ്ട്. വന്നിട്ടുള്ളതൊക്കെ വലിയ തോതിൽ ഗുണം ചെയ്യും. ഇപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ധാരാളം പേര് BJPയിലേക്ക് വരുന്നത് മാത്രമല്ല, ശാഖകളിലും വരുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെടുന്ന ചില അനുഭവങ്ങളുള്ളതാണ് ഏറ്റവും തീക്ഷ്ണം. ഈ ലവ് ജിഹാദ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നില്ലേ, അത് യഥാർത്ഥത്തിൽ എന്ത് പേരിടണമെന്നുള്ളതൊക്കെ പിന്നെ തീരുമാനിച്ചു. അത് അങ്ങനെ ഉണ്ടത്. ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്ത് ഇപ്പോൾ നല്ല സമ്പന്ന വീടുകളിൽ നിന്ന് പോകുന്ന, അല്ലെങ്കിൽ നല്ല കുലീനം സമൂഹത്തിൽ വിശ്വസിക്കപ്പെടുന്ന ചില കുലീന കുടുംബങ്ങളിൽ നിന്നൊക്കെ എത്തുന്നവരെ പ്ലാൻ ചെയ്ത്, പ്രണയം സ്വാഭാവികമായിട്ട് വന്നാൽ അതിനെ ഇപ്പം നമുക്ക് നിഷേധിക്കാനും പറ്റില്ല. നിഷേധിക്കുന്നത് ശരിയല്ല. ഇപ്പം ഞാൻ തന്നെ ഒരു അന്യമതസ്ഥയായ ഒരു കുട്ടിയാണ് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ വിവാഹം കൊണ്ട് അവർ ജാതി മാറിനെ ഞാനും മാറിയിട്ടില്ല. വിശ്വാസങ്ങൾക്കൊരു ദോഷമില്ല. അതല്ലല്ലോ ഇവിടെ പ്ലാൻ ചെയ്ത് പ്രേമിക്കുക, പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ അവരുടെ മതം മാറ്റുക, അവരുടെ വസ്ത്രം തയ്പ്പിക്കുക, അതൊക്കെയാണ് ഈ അതിനോടുള്ള എതിർപ്പ് കൊണ്ടാകാം ഈ ഒരു ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം വരുന്നത്. ആചാരങ്ങളിലുള്ള മാറ്റം. മുഖ്യധാരയിൽ നിന്ന് ഞാനങ്ങനെ മാറിയിട്ടില്ല. ചാനലുകളിൽ പോകുന്ന നിർത്തിയത് ഞാൻ സ്വയം തീരുമാനിച്ചതാണ്. ചാനലുകളിൽ ചെന്നിരുന്നത് കാരണം ഗൗരവമുള്ള ചർച്ചകളുടെ ഒരു സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. ഈ ചാനലുകൾ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നൊരു ആദ്യം ചാനൽ ചർച്ച തുടങ്ങിയ സൂര്യയിലാണ്, ഓർക്കുന്നുണ്ടോ? ആഴ്ചയിൽ ഒരിക്കലാണ് ചർച്ച. ആ ചർച്ച മുതൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ പ്രധാന ആൾക്കാരൊന്ന് പന്ന്യൻ രവീന്ദ്രൻ, G കാർത്തികേയൻ, MO ഹസൻ, കോടിയേരി ബാലകൃഷ്ണൻ, അങ്ങനെ ടീമായിരുന്നതിൽ ഞാനും കൊണ്ടിരുന്നു. BJPയിൽ നിന്ന് ഞാനാണ് ആ ചർച്ചകളിൽ പോയിക്കൊണ്ടിരുന്നത്. ആ ചർച്ചകൾക്ക് ഒരു വിഷയം ഇട്ടാൽ അന്ന് കോർഡിനേറ്റർ പുറത്തുനിന്നായിരുന്നു, ഗൗരിദാസൻ നായരൊക്കെ അന്ന് ഇത്തരം ചർച്ചകൾ കോർഡിനേറ്റ് ചെയ്യാൻ വരുമായിരുന്നു. അത് ആ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് വളരെ മാന്യമായി ചർച്ച ചെയ്ത് പിരിയുന്നത് നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. വ്യക്തിപരമായ ഒരു ആക്രമണം അങ്ങനെ ഒന്നുമില്ലല്ലോ. പിന്നെ ഇവരെല്ലാം മാറി, ഹസനും കാർത്തികേയനും കോടിയേരിയൊക്കെ ചർച്ചകളിൽ നിന്ന് മാറി, പന്ന്യനടക്കം മാറി. ഞാൻ വീണ്ടും ഇപ്പോഴത്തെ ഈ തലമുറയോട് കുറേ നാൾ പോയി. പിന്നെ എനിക്ക് ചർച്ചകളുടെ ഒരു ക്യാരക്ടർ മാറുന്നു, നമുക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ല. അത് ആ നിലയ്ക്ക് താഴാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ സ്വയം ഒഴിഞ്ഞതാണ് ചർച്ചകളിൽ നിന്ന്. അതാണല്ലോ സജീവമായിട്ട് കാണുന്നില്ല എന്ന് പറയാൻ കാര്യം. ബാക്കി വർക്കുകളിലൊക്കെ ഞാൻ എല്ലാത്തിലും ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ നമുക്ക് പ്രായത്തിൻ്റെ പരിധിയുണ്ട്, അത് കർശനമാണ് താനും. ഭാരവാഹികൾക്കൊക്കെ ആകണമെങ്കിൽ മറ്റു പാർട്ടികൾ പറയുന്ന പോലെ അല്ല, ആ വയസ്സ് കഴിഞ്ഞാൽ പറ്റില്ല.